ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ കുറച്ച് മെഡിക്കൽ വീഡിയോകൾ ചെയ്തു തന്നൂടെ. അപ്പോൾ ഞാൻ അത്തരം കുറച്ച് കാര്യങ്ങൾ കൂടി തുടങ്ങുകയാണ്. ഇപ്പോൾ ഇന്ന് ECGയെ കുറിച്ചാണ് പറയുന്നത്. ECG എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവാഹം അളക്കുന്ന ഒരു വോൾട്ട് മീറ്ററാണ് ECG എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ഹൃദയം ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണ്. ECG എന്ത് ചെയ്യും? അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കും. ഇപ്പോൾ ECGയിൽ നമുക്ക് പല കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ഒരു വലിയ ഒരു ഗ്രാഫ് കാണാമല്ലോ അവിടെ. ഈ ഗ്രാഫിൽ നമ്മുടെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ പേപ്പർ കറങ്ങുന്ന സ്പീഡ്, അത് 25 മില്ലിമീറ്റർ/സെക്കൻഡ് എഴുതിയിട്ടുണ്ടാവും. അതിനുള്ളിൽ വലിയൊരു ചതുരം കാണും. ആ ചതുരത്തിനുള്ളിൽ ചെറിയ സ്ക്വയറുകൾ കാണും. അപ്പോൾ അതിൽ ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.04 സെക്കൻഡാണ്. ഒരു ബിഗ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2 സെക്കൻഡാണ്. 10 മില്ലിമീറ്റർ ബിഗ് ബോക്സ് ഹൈറ്റ്, അത് ഒരു 1 വോൾട്ടാണ്. നമ്മളിപ്പോൾ ECGയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തിരമാല പോലെ ഇങ്ങനെ പൊന്തി പിന്നൊന്ന് കൂടുതൽ പൊന്തി ഇങ്ങനെ നീങ്ങുന്നതിനെ പറയാം. ഇതിനെ ECG വേവ്സ് എന്നാണ് പറയാം. PQRST. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇപ്പോൾ P വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ 2 തരം ചേംബറുകളാണല്ലോ ഉള്ളത്. ഇത് അതുപോലെ 2 എണ്ണം ഉള്ളത്. ഇതിൽ ആട്രിയൽ ഡീപോളറൈസേഷൻ നടക്കുമ്പോഴാണ് ഈ P വേവ് ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു QRS എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ്റെ ഒരു സ്റ്റേജ് വരുന്നതിന് മുമ്പായിട്ടൊരു ഇൻ്റർവെൽ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് PR ഇൻ്റർവെൽ. AV നോഡിലെ ഒരു പോസാണത്. ഓക്കെ, ഒരു ട്രാഫിക് സിഗ്നലിലെ റെഡ് ലൈറ്റ് പോലെ. ഓക്കെ, അപ്പോൾ PR ഇൻ്റർവെൽ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് QRS ആണ്. അത് വെൻട്രിക്കുലർ ഡീപോളറൈസേഷനാണ്. ബിഗ് വോൾട്ടേജ്, ബിഗ് മൗണ്ടെയിൻ, ഒരു വലിയ കുന്നുപോലെ ഇങ്ങോട്ട് കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ റിക്കവറി ഫേസ് ആണ്, T വേവ് എന്ന് പറയും. അത് വെൻട്രിക്കുലർ റീപോളറൈസേഷനാണ്. QRS കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ പോയ എക്സാമിൻ്റെ സമയത്ത് ബിഗ് ഡ്രാമാറ്റിക് ആൻഡ് ഫുൾ ഓഫ് ടെൻഷൻ ഉള്ളൊരു